ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. തായ്ലൻഡ് ട്രിപ്പിന്റെ അവസാന എപ്പിസോഡാണിത്. നമ്മൾ ഇതുവരെ പട്ടായയിലെ കാഴ്ചകളൊക്കെ കണ്ടു. 4 ദിവസം പട്ടായയിലെ ആഘോഷരാവുകൾ, അതുകൂടാതെ തായ്ലൻഡിന്റെ തനത് സംസ്കാരമുണർത്തുന്ന ചില നിർമ്മിതികൾ അല്ലെങ്കിൽ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി നേരെ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. ആ ബാങ്കോക്കിലേക്ക് പോണ വഴി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഏൻഷ്യൻ സിറ്റിയിൽ ഒന്ന് ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു. ഇനി ഒരു ദിവസം നമ്മൾ ബാങ്കോക്കിൽ താമസിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ബാങ്കോക്കിൽ താമസിച്ചിട്ട് നാളെ പകൽ ഞങ്ങൾ കുറച്ചും കൂടി സമയമുണ്ട്. അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് നേരെ എയർപോർട്ടിലേക്ക്, അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാങ്കോക്കിൻ്റെ സിറ്റി ഭാഗങ്ങളൊക്കെ കണ്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തുന്നത് ഏഷ്യാറ്റിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. നേരെ ഹോട്ടലിലേക്ക് ചെക്ക് ചെയ്യുന്നതിന് പകരം ആദ്യം ഏഷ്യാറ്റിക്കിൽ പോയി ഏകദേശം ഒരു വൈകുന്നേരത്തോടെ അവിടെ എത്തും നമ്മൾ. അപ്പോൾ അവിടെ നമുക്കൊരു ക്രൂയിസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൺസെറ്റ് ക്രൂയിസ് ആണ്. ഞങ്ങളിപ്പോൾ ഏഷ്യാറ്റിക്കിന് മുന്നിലെത്തിയിരിക്കുന്നു. കൃത്യസമയത്താണ് ഇവിടെ എത്തിയത്. 5:30 ഞങ്ങളുടെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏഷ്യാറ്റിക് ദ റിവർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഓപ്പൺ മോളാണ്. ഇവിടെ നിരവധി എന്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു വലിയൊരു ജെയിൻ വീൽ, 60 മീറ്റർ ഉയരമുള്ള ജെയിൻ വീലാണ്. പക്ഷെ പുറത്തെ കാഴ്ചകളൊക്കെ ഇപ്പോൾ എനിക്ക് പകർത്താൻ സമയമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ സമയം വൈകിയതുകൊണ്ട് ഓടുകയാണ് ഞങ്ങൾ. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞങ്ങളിതാ ക്രൂയിസിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. പതിഞ്ഞ താളത്തിലുള്ള മ്യൂസിക് ഒക്കെ കേൾക്കാം. ക്രൂയിസിനൊപ്പം നല്ലൊരു ഡിന്നർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുന്ന ടേബിളിന് മുകളിലായിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് നല്ല ഡിന്നറായിട്ട് തോന്നിയില്ല. അതൊരു അബദ്ധധാരണയായിരുന്നു. ആ കഥ ഞാൻ പിന്നീട് പറയാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരെ ക്രൂയിസിന്റെ ഫ്രണ്ടിലേക്ക് നടന്നു. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാവോ ഫ്രായ നദിയുടെ ഒരു പനോരമിക് ദൃശ്യവും അതുപോലെ ബാങ്കോക്ക് സിറ്റിയുടെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കണ്ടും ക്യാമറയിലാക്കിയൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടേതടക്കം 1-2 ടേബിളുകളിൽ മാത്രമാണ് ഫുഡ് ഓൾറെഡി സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചെറിയ കുട്ടിയുള്ളതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയതായിരിക്കും. ഞങ്ങൾ കഴിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാനേജർ, അതായത് നമ്മുടെ ക്രൂയിസിൻ്റെ മാനേജർ ഉണ്ടല്ലോ, പുള്ളി ഓടി വന്നിട്ട് കുറേ സോറിയൊക്കെ പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, അവർക്ക് ടേബിൾ മാറിപ്പോയി. ഇത് ഏതോ വെജ് ഫാമിലി ഓർഡർ ചെയ്ത ഫുഡാണത്. അവസാനം എല്ലാ ഫുഡ് അവർ മാറ്റി തന്നു. എന്നിട്ട് ഞങ്ങളെ നോൺ വെജ് കൗണ്ടറിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്തു. ഇത് കണ്ടില്ലേ, ഇവിടെ അകത്തിരിക്കുന്നത് ടൈഗർ പ്രോൺസ്, ചിക്കൻ ന്യൂഡിൽസ്, അങ്ങനെ പല പല നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. ഇതെങ്ങനെ ഞങ്ങൾ ആ വെജ് കഴിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം മിസ്സായി പോയേനെ. ഞാൻ മിക്ക നഗരങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രൂയിസ് ഷിപ്പോ അല്ലെങ്കിൽ ബോട്ട് ട്രിപ്പോ ഒക്കെ എടുക്കാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഒരൊറ്റ യാത്ര കൊണ്ട് തന്നെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള അട്രാക്ഷൻസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ കണ്ടില്ലേ ബാങ്കോക്കിലെ പ്രസിദ്ധമായ നിർമ്മിതികൾ, ഗ്രാൻഡ് പാലസ്. ഇതാ ഈ കാണുന്നതാണ് വാറ്റ് ചരുൺ, പ്രഭാത ക്ഷേത്രം എന്നർത്ഥം വരുന്ന പ്രസിദ്ധമായൊരു ബുദ്ധക്ഷേത്രമാണിത്. ആയുത്തയ കാലഘട്ടം മുതൽ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ് വാറ്റ് ചരുൺ. ഡിന്നറിന് ശേഷം ഞാൻ ക്രൂയിസിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു. ബാങ്കോക്ക് നഗരത്തിന്റെയും അതുപോലെ ഇതായി കാണുന്ന ചാവോ ഫ്രായ നദിയുടെ പനോരമിക് ദൃശ്യം പകൽ സമയത്ത് തന്നെ നമുക്കൊന്ന് കാണണം. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇരുട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ആളുകളൊക്കെ ഡിന്നർ കഴിച്ച് പതുക്കെ വന്നു തുടങ്ങി. ഇനി ഇവിടെ ഫ്രണ്ട് ഏരിയയിൽ ആഘോഷ തിമർപ്പായിരിക്കുള്ളൂ. ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും സെറ്റായി കഴിഞ്ഞു. മക്കളെ, ഇനിയാണ് വൈബ്. നമുക്ക് ആ വൈബിലേക്ക് അങ്ങോട്ട് ഇഴുകി ചേർന്നാലോ? എൻ്റെ വിശദീകരണം ഇനി അധികം ആവശ്യമില്ല. നമുക്ക് ആ പാട്ട് കേട്ടും ഡാൻസ് കളിച്ചും അങ്ങോട്ട് തുടങ്ങാം.
എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി വൈബല്ലേ? ലോകം മുഴുവൻ ഒരു ക്രൂയിസിലേക്ക് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിലെ തന്നെ പല പല രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട്, ഇതൊക്കെയാണ് പാർട്ടി വൈബ് എന്ന് പറയുന്നത്. ഏജ് ഒരു നമ്പർ മാത്രമാണെന്ന് പറയാറില്ലേ? അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അടിച്ചുപൊളി പരിപാടികളുടെ മുന്നിൽ പ്രായഭേദമന്യേ ആളുകൾ ഇവിടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഒരു നിമിഷം പോലും അവർക്ക് കളയാനില്ല. ഞാനാകെ കൺഫ്യൂഷനിലാണ്. ഇവരുടെ ഈ ഡാൻസ്, ഈ മനോഹരമായ നൃത്തങ്ങൾ പകർത്തണോ, അല്ലെങ്കിൽ ഇപ്പോൾ സൺസെറ്റ് സമയമാണ്, പുറത്ത് നല്ല മനോഹരമായ കാഴ്ചകളാണ്, ദൃശ്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. സൺസെറ്റിന്റെ ആ വെട്ടം, നമുക്ക് ചുവപ്പ് കലർന്ന വെട്ടമൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പൊ അത് എടുക്കണോ അല്ലെങ്കിൽ ഇവരുടെ ഡാൻസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ മുഴുവൻ സമയവും. എന്നാലും ഞാൻ രണ്ട് ഭാഗവും ഞാൻ പരമാവധി പകർത്തി. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സൺസെറ്റ് ക്രൂയിസിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാട്ടുകാരി ചേച്ചി അവിടെ അനൗൺസ് ചെയ്തു, ഇനി ലാസ്റ്റ് സോങ് ആണ്, എല്ലാവരും അങ്ങോട്ട് വരൂ, പാട്ടുപാടൂ, ഡാൻസ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനവിടെ കുറച്ച് സമയം ചെലവഴിച്ചു. അതിനുശേഷം തിരികെ ചൗഫ്രായ നദിയുടെ അഭിമുഖമായിട്ട് നിന്നു. എന്താ കാഴ്ച! ഇപ്പോൾ നദിക്ക് ഇരുവശമുള്ള ബിൽഡിങ്ങുകളൊക്കെ നന്നായി തിളങ്ങി നിൽക്കുകയാണ്. ഇതാ നമ്മുടെ ഫെറി വീലാണ് കാണുന്നത്, അതും തിളങ്ങി നിൽക്കുന്നു. നദിക്ക് ഇരുവശവും നിരവധി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റ്സും റെസ്റ്റോ ബാർസും ഇതൊക്കെ ഇപ്പം ആക്റ്റീവായി വരുന്നുള്ളൂ. അതുപോലെ നിരവധി ക്രൂയിസ് സർവീസുകൾ നടത്തുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ എടുത്തിരിക്കുന്നത് സൺസെറ്റ് ക്രൂയിസ് ആണ്. അതിനുശേഷം ഡിന്നർ ക്രൂയിസ്, അതുപോലെ ഞങ്ങൾക്ക് മുമ്പ് ഡേ ടൈമിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ നിരവധി ക്രൂയിസ് സർവീസുകൾ ഇവിടെ നടത്തുന്നുണ്ട്. നമ്മളുടെ ദുബായിലെ മറീന പിയർ പോലെ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും നമ്മുടെ കൊച്ചിയിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അല്ലേ, നമ്മളുടെ ആ മറൈൻ ഡ്രൈവ് ഒക്കെ നിരവധി ബോട്ട് സർവീസുകളും ക്രൂയിസ് സർവീസുകളായിട്ടൊക്കെ ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? ശരിക്കും അങ്ങനെയൊക്കെ നടത്താവുന്നേ ഉള്ളൂ. ക്രൂസ് യാത്ര കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങി. ഇപ്പോഴാണ് ഏഷ്യാറ്റിക് കൂടുതൽ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. എല്ലായിടത്തും ലൈറ്റുകളൊക്കെ തെളിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഏഷ്യാറ്റിക്കിന് ഒരു ചരിത്രമുണ്ട്. പണ്ട് 1897 ഡെൻമാർക്ക് ആസ്ഥാനമായിട്ടുള്ള ഈസ്റ്റ് ഏഷ്യാറ്റിക് കമ്പനി ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ സ്ഥാപിച്ചത്. ചാവോ ഫ്രായിൽ തുറമുഖ സൗകര്യങ്ങൾ കമ്പനി സ്വന്തമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നിരവധി വെയർഹൗസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം ഇത് ഉപയോഗശൂന്യമായി കിടന്നു. 2011 റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ TCC ലാൻഡ് ഏഷ്യാറ്റിക് ദി റിവർ ഫ്രണ്ട് എന്നറിയപ്പെടുന്ന നമ്മളിപ്പോൾ ഈ കണ്ട വലിയൊരു ഓപ്പൺ മാളാണത് അത് സ്ഥാപിച്ചത്. 2019 മുതൽ ഏഷ്യാറ്റിക് അസറ്റ് വേൾഡ് കോർപ്പറേഷനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഏഷ്യാറ്റിക്കിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു.
അധികം സമയം കളഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. കാരണം ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് നല്ലൊരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അത് ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റിലേക്ക് എത്താം. നല്ല വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. നിരവധി തുണിത്തരങ്ങളും ബാഗുകളും കുട്ടികളുടെ ഉടുപ്പ്, അതായത് പല തരത്തിലുള്ളത്, പല ഏജ് അനുസരിച്ചിട്ട് ഓരോ സ്റ്റോളിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഉള്ള ഷോറൂമുകൾ, പിന്നെ ചെറിയ ലഘുഭക്ഷണശാലകളും ഇതിൻ്റെ ഇരുവശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ അവിടുന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ വന്നത്. ഇത് നമ്മുടെ ക്രൂയിസിൽ നമുക്ക് ഡിന്നർ ഉണ്ടായല്ലോ, അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴിച്ചു. എങ്കിലും ചെറിയ ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത്, സ്നാക്സ് ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ ഈ ഓരോ ഷോപ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ ഷോപ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എത്ര ഷോപ്പാണെന്ന് അറിയാമോ, അതങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഓരോ ഇടനാഴിയിലൂടെ ചെല്ലുമ്പോഴും അടുത്ത ഷോപ്പുകൾ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഉടുപ്പുകളൊക്കെയാണ്. ഉടുപ്പുകളൊക്കെ ഇവിടെ അത്യാവശ്യം വിലക്കുറവാണ്. അപ്പം അതുകൊണ്ട് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതാണ് ഹോട്ടൽ എക്കോട്ടൽ. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ക്രിസ്മസ് സമയമായതുകൊണ്ട് ക്രിസ്മസ് അലങ്കാരങ്ങളൊക്കെ ഇവിടെ കാണാം. ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളിനി ഈ ഒരു ഡേ മാത്രമേ ഉള്ളൂ ബാങ്കോക്കിൽ. അപ്പോൾ വൈകുന്നേരം ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഡേ ടൈം ഒത്തിരിയുണ്ട്. ഈ ഡേ ടൈമിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഷോപ്പിംഗ് നടത്തണം, ഒന്ന് ഗ്രോസറിയിലേക്ക് കയറി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതുകൂടാതെ ഇവിടെ നല്ലൊരു ഗ്രാൻഡ് പാലസ് എന്ന് പറയുന്നൊരു കൊട്ടാര സമുച്ചയമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പം ഏകദേശം ആ കൊട്ടാരത്തിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നല്ലൊരു പ്രൗഢഗംഭീരമായ സ്ഥലമാണ് കേട്ടോ. രാജകൊട്ടാര സമാനമായതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ സംവിധാനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഏരിയ തന്നെയാണിത്. ശരിക്കും ഒരു VIP ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഈ ബൃഹത്തായ കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടാണ് ഈ കാണുന്നത്. ഇവിടെയും ഉണ്ട് നിറയെ അലങ്കാരങ്ങൾ. ഞാൻ അകത്തേക്ക് കയറി. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതുപോലുള്ള 1-2 പ്രവേശന കവാടങ്ങൾ കടന്നിട്ട് വേണം നമ്മൾക്ക് പ്രധാന പാലസിന് മുന്നിലെത്താനായിട്ട്. ഏകദേശം 2 ലക്ഷം സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. 1782 മുതൽ സിയാമിലെയും, സിയാം എന്ന് പറയുന്നത് തായ്ലൻഡിന്റെ പഴയ പേരാണ്, പിന്നീട് തായ്ലൻഡിന്റെയും രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. 1925 വരെ രാജാവും അദ്ദേഹത്തിന്റെ കൊട്ടാരവും രാജകീയ ഫംഗ്ഷനുകളെല്ലാം നടന്നിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഇപ്പോഴും ഗ്രാൻഡ് പാലസ് ഔദ്യോഗിക പരിപാടികൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി രാജകീയ ചടങ്ങുകളും സ്റ്റേറ്റിന്റെ പല പരിപാടികളും ഇതിനകത്ത് വെച്ച് നടക്കുന്നു. തായ്ലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്രാൻഡ് പാലസ്. ഓരോ വർഷവും ഏകദേശം 80 ലക്ഷം ആളുകൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട്. ആദ്യത്തെ കവാടം കടന്നു ചെല്ലുന്നത് അതിമനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ്. എനിക്ക് ആദ്യം തോന്നിയത് സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുറെ നിർമ്മിതികളായിട്ടാണ്. ഇവരുടെ ഭാഷയിൽ ഇതിനെ പറയുന്നത് ഫ്രാ ഉബോസോട്ട് എന്നാണ്. അതായത് കോൺവെക്കേഷൻ ഹാളാണ് ഈ കാണുന്നത്. എന്തു ഭംഗിയാണല്ലേ ആ കളർ കോമ്പിനേഷനൊക്കെ നോക്കിയേ. സ്വർണത്തിന്റെ കൂടെ റോയൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് അങ്ങനെയൊക്കെ ചേരുമ്പോൾ ശരിക്കും ഒരു രാജകീയമായ ഒരു കൊട്ടാരം തന്നെ നമുക്ക് തോന്നും. ഇതിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ നമ്മുടെ പാദരക്ഷകളൊക്കെ അവിടെ സൂക്ഷിക്കണം. അവിടെ ഒരു റാക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തൊരു ബുദ്ധന്റെ പ്രതിമയുണ്ട്. അപ്പം ഞാൻ അകത്തേക്ക് കയറി. അതിന് ഭിത്തികളൊക്കെ കാണണം. എന്തൊരു ഭംഗിയാണെന്നറിയാമോ. നല്ല നീളൻ തൂണുകൾ ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണത്. ഒരു മൊസൈക്കിന്റെ ഷേപ്പിലൊക്കെ ഉള്ള രീതിയിലാണ് ആ ഭിത്തികളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. കണ്ണാടികൾ കൊണ്ടും അതിന് വേണ്ട ചിത്രപ്പണികളൊക്കെ ചെയ്തുകൊണ്ട് കാണാൻ തന്നെ ഭംഗിയാണ് ആ ഭിത്തികളൊക്കെ.
ക്ഷേത്രത്തിന്റെ സമീപത്തായി ബെല്ലിന്റെ ഷേപ്പിലുള്ള ഒരു നിർമ്മിതി കാണാൻ പറ്റും. 1855 രാമ 4-ാമന്റെ ഭരണകാലത്താണ് ബുദ്ധന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കാനായി ഇങ്ങനെയൊരു നിർമ്മിതി നിർമ്മിച്ചത്. ആദ്യം ഇത് കുമ്മായം കൊണ്ടും ഇഷ്ടിക കൊണ്ടും നിർമ്മിച്ചതായിരുന്നു. രാമ 5-ാമന്റെ കാലത്താണ് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണ്ണ മൊസൈക്ക് ടൈലുകൾ ഉപയോഗിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഈ ഭംഗിയുള്ള രൂപത്തിലേക്ക് ആക്കിയത്. എമറാൾഡ് ബുദ്ധക്ഷേത്രത്തിന്റെ കവാടങ്ങൾക്ക് കാവലായിട്ട് അസുരന്മാരുടെ ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബുദ്ധനോടുള്ള ആദരവിന് സൂചകമായിട്ടാണ് സംസ്കൃത രാമായണ കൃതിയിൽ നിന്ന് ഉൾക്കൊണ്ട് ഇങ്ങനെയുള്ള അസുര ശില്പങ്ങൾ ഇവിടെ നിർമ്മിച്ചത്. ഇത് ശരിക്കും ആ കോൺവൊക്കേഷൻ ഹാളിന് അഭിമുഖമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എമറാൾഡ് ബുദ്ധക്ഷേത്രത്തിലെ കാഴ്ചകളും അതുപോലെ കോൺവൊക്കേഷൻ ബിൽഡിങ്ങിന്റെ വാസ്തുവിദ്യ എല്ലാം കണ്ടിട്ട് ഞാനിനി അടുത്ത കോർട്ട്യാർഡിലോട്ട് പോയാണ്. ചെറിയൊരു ഇടനാഴിയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. നല്ല നീണ്ട ഇടനാഴികളാണത്. അവിടെ ഇങ്ങനെ ഗോൾഡൻ പാലസിലേക്കുള്ള വഴികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ വർക്ക് നടക്കുന്നുണ്ട്. ചില ഭിത്തികളിലൊക്കെ അലങ്കാരപ്പണികളൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാം. തായ് വാസ്തുവിദ്യയും അതുപോലെ നിയോ ക്ലാസിക് ശൈലിയും കൂടി ഒത്തുചേർന്ന ഒരു ബിൽഡിംഗ് നമുക്കിവിടെ കാണാം. ഫ്രാത്തിനങ് ചക്രി മഹാപ്രാസറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ബിൽഡിങ്ങിന് മുന്നിലൂടെ ബോഡി ഗാർഡുകളൊക്കെ അവരുടെ പരേഡൊക്കെ നടത്താറുണ്ട്. നല്ല രസമാണ് അത് കണ്ടു നിൽക്കാനായിട്ട്. ഒരേ താളത്തിൽ ഇങ്ങനെ ചവിട്ടി അവർ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിമനോഹരവും അതുപോലെ തന്നെ കൗതുകരമായ ഡിസൈൻ ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. തായ് ചക്രവർത്തിമാരിൽ രാമൻ 1-ാമൻ എന്നറിയപ്പെട്ട ചക്രവർത്തി നിർമ്മിച്ച റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ ഭാഗമാണിത്. ഇവിടെ ഇത് അറിയപ്പെടുന്നത് ജുസിറ്റ് മഹാപ്രാസറ്റ് ത്രോൺ ഹാൾ എന്നാണ്, അതായത് സിംഹാസനം ഇരിക്കുന്ന ഹാൾ. ഇതിന്റെ കൗതുകകരമായ ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മേൽക്കൂര ശ്രദ്ധിച്ചു. 7 തട്ടുകളായിട്ടാണ് മേൽക്കൂരയുള്ളത്. അതിന്റെ ഓരോ മൂലകളിലും ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നാഗങ്ങളുടെ ശില്പങ്ങളുണ്ട്. ഇന്നർ കോട്ടയാടിൽ നിന്ന് വേറൊരു എൻട്രൻസിലൂടെ നമ്മൾ കടക്കുമ്പോൾ കാണുന്നത് ബുദ്ധ സന്യാസിമാരുടെ മഠമാണ്. ഇവിടെയാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ വന്ന് ഇവിടെ താമസിച്ച് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാനും അതുപോലെ പല പല ഉത്സവങ്ങളിലൊക്കെ പങ്കുചേരാൻ വേണ്ടി അവർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേരാറുണ്ട്. പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. കംബോഡിയ, തായ്ലൻഡ്, അതുപോലെ ലാവോസ്, ഇവിടെ നിന്നൊക്കെ വരുന്ന ബുദ്ധ സന്യാസിമാരാണ് ഇവിടെ ഒത്തുചേരുന്നത്. ഞാൻ അങ്ങനെയുള്ള 1-2 സന്യാസിമാരായിട്ട് സംസാരിച്ചു. ഒത്തിരി പേർ കംബോഡിയയിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ അവരായിട്ട് ഞാനിങ്ങനെ അങ്കോർ വാട്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ എനിക്ക് വരാനുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞു. അവർ ആ ക്ഷേത്രത്തെ പറ്റിയൊക്കെ എനിക്ക് വിശദീകരിച്ചു തന്നു. വൈവിധ്യമാർന്ന രൂപകൽപ്പനയുള്ള ക്ഷേത്രങ്ങളും അതുപോലെ ബിൽഡിങ്ങുകൾ അടങ്ങിയ ഒരു വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഗ്രാൻഡ് പാലസ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, മേൽക്കൂരയിൽ 5 തട്ടുള്ള ഒരു ബിൽഡിംഗ്. നമ്മൾ നേരത്തെ 7 തട്ടുള്ള ഒരു ബിൽഡിംഗ് കണ്ടിരുന്നു. ഇവിടെയും ഉണ്ട് ബോഡി ഗാർഡുകളുടെ പരേഡ്. അതൊക്കെ കണ്ട് ഞാൻ കുറെ നേരം നിന്നു. ഇന്നർ കോർട്ട്യാർഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫീസുകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. അവിടെ നിന്ന് ഞാൻ അടുത്ത ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒരു പിയർ ഏരിയയിലോട്ട് പോയി. തഷാങ് പിയർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്. സൂര്യൻ നമ്മൾ ഡ്രൈവറേട്ടനൊക്കെ അങ്ങ് അകലെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കണം. നമുക്ക് ആ ദൂരം തിരിച്ച് റോഡ് മാർഗം തന്നെ പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി നമുക്ക് വേണമെങ്കിൽ അവിടെ എത്താം. ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ആളുകളുടെ തിരക്ക് കുറയ്ക്കാനും പിന്നെ ചൂടിൽ നിന്ന് സംരക്ഷണം എന്നുള്ള രീതിയിൽ ആയിരിക്കാം ഇങ്ങനെ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച നീണ്ട തായ്ലൻഡ് യാത്ര ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു കിടിലൻ ട്രിപ്പ് തന്നെയായിരുന്നു. ഞങ്ങൾ ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അധികം ട്രാഫിക്കിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിലേക്കാണ് യാത്ര. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. ബാങ്കോക്ക് നഗരത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്.
അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെ മികച്ച ഒരു സിറ്റി തന്നെയാണ് ബാങ്കോക്ക്. ഏകദേശം അരമണിക്കൂറായി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പോഴിതാ എയർപോർട്ടിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട്. പീക്ക് ടൈം ആയതുകൊണ്ടായിരിക്കാം. സുവർണഭൂമി എയർപോർട്ട് തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടാണ് സുവർണഭൂമി. ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് വന്നിറങ്ങിയത്. അതിരാവിലെ ആയതുകൊണ്ട് എനിക്ക് എയർപോർട്ടിന്റെ ഭാഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ എന്തെങ്കിലും എയർപോർട്ടിലെ നല്ല കാഴ്ചകൾ പകർത്തണം എന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. ചെക്കിൻ എല്ലാം കഴിഞ്ഞു. ബാങ്കോക്ക് പട്ടായ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചിപ്പോൾ ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് രാത്രി 9:15 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ ഒരു സംഭവം കണ്ടു. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിരുന്നു തായ്ലൻഡിനെ ഭാരതത്തിലെ ഇതിഹാസങ്ങളും പുരാണങ്ങളുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുണ്ട്. രാമായണം ഇപ്പോഴും ഇവിടെ നന്നായി ആചരിക്കുന്നുണ്ട്. ഇതാ നോക്കൂ, നമ്മുടെ പുരാണത്തിലെ പാലാഴി മദന കഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദേവന്മാരും അസുരന്മാരും വാസുകിയെ കയറാക്കിയും മന്ദരപർവ്വതത്തെ കടകോലാക്കിയും പാലാഴി മദനം ചെയ്ത ആ ഒരു കഥ ഇവിടെ ഇതാ ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിലെ ഒരൊറ്റ എയർപോർട്ട് പോലും ഇങ്ങനെ കാണാൻ സാധ്യതയില്ല, അല്ലെ? മറ്റേത് വൻ നഗരങ്ങളിലെ എയർപോർട്ട് പോലെ തന്നെ ആഡംബരപൂർണമാണ് സുവർണഭൂമി എയർപോർട്ടും. നിരവധി വിദേശ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ, അതുപോലെ നല്ലൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, പിന്നെ നിരവധി റെസ്റ്റോ ബാർസ്, അതൊക്കെ ഇവിടെയുണ്ട്. തായ്ലൻഡിനോട് അങ്ങനെ വിട പറയാൻ സമയമായിരിക്കുന്നു. ഗുഡ് ബൈ ബാങ്കോക്ക്. ഇവിടെ ഞങ്ങൾക്ക് ലോഞ്ച് ആക്സ് ഉണ്ട്. സമയം കളയാൻ ഏറ്റവും നല്ലൊരു പരിപാടി ലോഞ്ചിലിരിക്കുക എന്നുള്ളതാണ്. പിന്നെ തേജുവിനും അത് ഭയങ്കര ഇഷ്ടമാണ്. അവനിവിടേക്ക് ഇങ്ങനെ നടന്നു തുടങ്ങുന്ന പ്രായമാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി സേഫാണ്, സെക്യൂർഡ് ഒരു പ്ലേസ് ആണല്ലോ. അതുകൊണ്ട് ഞങ്ങളും എയർപോർട്ടിന് പുറത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി. മനോഹരമായ 7 ദിവസത്തെ ഓർമ്മകൾ പേറിക്കൊണ്ട് തായ്ലൻഡിനോട് അങ്ങനെ വിട പറയുന്നു. അടുത്ത രാജ്യത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ.